അവസാന വിളക്ക് 1943-ൽ നാസി അധീനതയിലായ പോളണ്ടിൽ മിരിയം എന്ന യൗവനക്കാരിയും അവളുടെ അച്ഛൻ അസക്കും വാർസോ ഗെറ്റോയിൽ നിന്നുള്ള കഠിനമായ തിരച്ചിലിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവരുടെ കുടുംബം അകത്തുനിന്നു കീറിയുപോയി, വീട് തകർത്തു. എന്നാൽ അസക്ക് ആശാഭംഗം അനുവദിച്ചില്ല. അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മിറിയത്തിന്റെ അംഗത്തിൽ ഒളിപ്പിച്ച ഒരു ചെറിയ വെള്ളി മേനോരയും മാത്രം എടുത്ത് അവർ പോളണ്ടിന്റെ കാടുകളിൽ അഭയം തേടി. അവിടെ അവർ യഹൂദ്യൻ പ്രതിരോധ സേനകളുമായി ചേർന്നു. നാസികളുടെ അതിക്രമത്തിന് കീഴടങ്ങാൻ തയ്യാറല്ലാത്ത പോരാളികൾ. കാട്ടിലെ ജീവിതം കഠിനമായിരുന്നു. ഭക്ഷണം ദൗർലഭ്യമായിരുന്നു, തണുപ്പ് അയവില്ലാത്തതായിരുന്നു, അപകടം ഓരോ തിരിവിലും പതിയിരുന്നു. എന്നിരുന്നാലും പക്ഷക്കാർ ചെറുത്തുനിൽക്കാൻ തീരുമാനിച്ചു. 13 വയസ്സ് മാത്രം പ്രായമുള്ള മിറിയം ഇരുട്ടിന്റെ മറവിൽ ജർമ്മൻ പട്രോളിംഗിനെ മറികടന്ന് പോരാളികൾക്കിടയിൽ സന്ദേശങ്ങൾ കൈമാറി. ഒരുകാലത്ത് തയ്യൽക്കാരൻ ആയിരുന്ന ആസക്ക് ഇപ്പോൾ ഗ്രൂപ്പിനായി താൽക്കാലികമായി ശീതകാല വസ്ത്രങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കാട്ടിലെ ജീവിതം പ്രയാസകരമായിരുന്നു. ആഹാരം കുറവായിരുന്നു, തണുപ്പ് കടുക്കുന്നവണ്ണം, എല്ലായിടത്തും അപകടം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രതിരോധ സേനയോട് വഴങ്ങാൻ നാസികൾക്ക് സാധിച്ചില്ല. മിറിയം, 13 വയസ്സുള്ള കുട്ടി, രാത്രിയുടെ മറവിൽ ഗൂഢസന്ദേശങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതിലായിരുന്നു. ആസക്ക് ഒരിക്കൽ ഒരു വസ്ത്രം തയ്ക്കുന്ന കരകൗശലക്കാരൻ കൂട്ടത്തിനുള്ള കശുക്കിയ വസ്ത്രങ്ങൾ തുന്നാനാരംഭിച്ചു. ഒരു രാത്രിയിൽ ഹനുക്ക ഉത്സവം അടുത്തപ്പോൾ പ്രതിരോധ സേന കാടിനുള്ളിൽ ഒരു ഒളിയിടത്തിൽ. ചുറ്റും യുദ്ധം തുടരുമ്പോഴും അസക്ക് മിറിയത്തിന്റെ അംഗത്തിൽ ഒളിപ്പിച്ചിരുന്ന മേനോര എടുക്കുകയായിരുന്നു. ഒരു ചെറിയ മെഴുകുതിരിയും നാസികളുടെ അടപ്പിച്ച എണ്ണ വിതരണത്തിൽ നിന്നുള്ള കുറച്ച് എണ്ണയും ഉപയോഗിച്ച് അവർ ആദ്യ വിളക്ക് തെളിയിച്ചു. വിശ്വാസത്തിന്റെ, പ്രതിരോധത്തിന്റെ അടയാളമായി അതു തെളിഞ്ഞു. യുദ്ധം തുടരുകയും മുന്നോട്ടുള്ള വഴി കഠിനമാവുകയും ചെയ്തിട്ടും മിറിയവും അസക്കും ആ നിമിഷം ഒരിക്കലും മറന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞ് മിറിയം തന്റെ മക്കളോടും കൊച്ചുമക്കളോടും പറഞ്ഞു, ഞങ്ങൾ ജീവിക്കാൻ മാത്രം പോരാടിയിരുന്നില്ല, ഞങ്ങൾ ആരാണെന്ന് മറക്കാതിരിക്കാൻ പോരാടിയതായിരുന്നു.